അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, വിദ്യാർത്ഥികളെ, സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന മദ്രസകളിൽ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ 3ാം ക്ലാസ്സിന്റെ അഖീദയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ വായിക്കാൻ പോകുന്നത്. 50 മാർക്കിനാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം യോജിപ്പിക്കാം. അതിലൊന്ന്, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ മലക്കുകൾ. 2, 23 വർഷം കൊണ്ട് ഇറക്കപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ. 3, വിശ്വസ്തരും ബുദ്ധികൂർമ്മത ഉള്ളവരുമാണ് പ്രവാചകന്മാർ. 4, സൃഷ്ടികളിൽ അത്യുന്നതർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 5, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നാം വർദ്ധിപ്പിക്കണം സ്വലാത്തും സലാമും. ഈ ബോക്സിൽ നിന്നെടുത്താണ് പൂരിപ്പിക്കേണ്ടത്. രണ്ടാമത്തത് 3 വീതം എഴുതാം. 1 ഉലുൽ അസ്മുകൾ, 5 2 3 എഴുതിയാൽ മതി. 1 നൂഹ് അലൈഹിസ്സലാം, 2 ഇബ്രാഹിം അലൈഹിസ്സലാം, 3 ഈസ അലൈഹിസ്സലാം. രണ്ടാമത്തെ ചോദ്യം, ഖുർആനിനോട് കാണിക്കേണ്ട അദബുകൾ 3 1, ഖുർആനിനെ നാം ബഹുമാനിക്കണം. 2, അതിന്റെ മീതെ ഒന്നും വെക്കാൻ പാടില്ല. 3, ശുദ്ധി കൂടാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല. ഇനി മൂന്നാമത്തത് പരലോക വിശ്വാസത്തിൽപ്പെട്ട കാര്യങ്ങൾ. 1 ഖബർ ജീവിതം, 2 മഹ്ശറ, 3 മീസാൻ. ഇനി മൂന്നാമത്തത് എണ്ണം എഴുതാം. അമ്പിയാക്കൾ എത്ര പേരുണ്ട്? 1,24,000. മുർസലുകൾ 313. ഉലുൽ അസ്മുകൾ 5. ഇങ്ങനെയാണ് അതിന്റെ എണ്ണം. 4 ഉത്തരം എഴുതാം. ചോദ്യം 1, ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. ചോദ്യം 2, മുൻകർ നക്കീർ അലൈഹിസ്സലാമിന്റെ ചുമതല എന്ത്? എന്താണ്? ഖബറിൽ ചോദ്യം ചെയ്യൽ. മൂന്നാമത്തെ ചോദ്യം, മുർസലുകൾ ആരാകുന്നു? നിയമനിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. നാലാമത്തെ ചോദ്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിക്കപ്പെട്ടു ആരിലേക്കെല്ലാം? സർവ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും നിയോഗിക്കപ്പെട്ടവരാണ്. ചോദ്യം 5, എന്താണ് മരണം? മരണം എന്നത് നശിക്കലല്ല, ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് മാറലാണ്. ഇനി 5ാമത്തെ പൂരിപ്പിക്കാം. അവസാനത്തതാണ്. 1, ഡാഷ് കിതാബുകളും ഡാഷ് ഏടുകളുമാണ് അല്ലാഹു ഇറക്കിയത്. എത്ര കിതാബുകളാ? 4 കിതാബുകളും 100 ഏടുകളുമാണ് അല്ലാഹു ഇറക്കിയത്. 2, അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാ? മുർസലുകൾ. അവരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഉലുൽ അസ്മുകൾ. 3, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക് ഉന്നത വിജയം നൽകാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.